ഇന്ന് ഒരു അത്ഭുതകരവും ആകാശഗോളങ്ങളെ മറികടക്കുന്നതുമായ യാത്രയിലേക്ക് പോവുകയാണ് ആൻഡ്രോമിഡ ഗാലക്സിയുടെ മനോഹരവും മിസ്റ്റീരിയസുമായ ലോകത്തേക്ക്. ഒരു നിമിഷം ഇമാജിൻ ചെയ്യൂ, നമ്മുടെ ആകാശത്ത് തിളങ്ങുന്ന ഒരു വലിയ ഗാലക്സി, 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെ, നക്ഷത്രങ്ങളുടെ ഒരു ഗിഗാന്റിക് നൃത്തം. ഈ ഗാലക്സി എന്താണ്? ആര് കണ്ടെത്തി? ഏതൊക്കെ മിഷൻസ് ഇതിനെ എക്സ്പ്ലോർ ചെയ്തു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ആൻഡ്രോമിഡയുടെ എല്ലാ നോൺ ഫാക്ട്സും അനാവരണം ചെയ്യാൻ ഒരുമിച്ച് ഇറങ്ങാം. ആൻഡ്രോമിഡ ഗാലക്സി ശാസ്ത്രലോകത്ത് മെസ്സിയർ 31 അല്ലെങ്കിൽ M31 എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ മിൽക്കി വേയുടെ ഏറ്റവും അടുത്തുള്ള സ്പൈറൽ ഗാലക്സിയാണ്. ഈ ഗാലക്സി ഒരു കോസ്മിക് ജയന്റ് ആണ്. 2,20,000 ലൈറ്റ് ഇയേഴ്സ് വീതിയിൽ, ഏകദേശം 1 ട്രില്യൺ നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു തിളക്കമാർന്ന ചക്രവാളം. നമ്മുടെ മിൽക്കി വേയെ അപേക്ഷിച്ച് ഇത് ഏകദേശം ഇരട്ടി വലിപ്പമുള്ളതാണ്. 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണെങ്കിലും നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരു ഫെയിൻഡ് ഗ്ലോ ആയി ഇതിനെ കാണാം. ഒരു ഡാർക്ക് നൈറ്റിൽ ആൻഡ്രോമിഡ കോൺസ്റ്റലേഷനിൽ തിളങ്ങുന്ന ഒരു മാജിക്കൽ ലൈറ്റ്. ഈ ഗാലക്സി ഒരു സ്റ്റാർ സ്റ്റഡഡ് മാസ്റ്റർ പീസ് അല്ലേ? ആൻഡ്രോമിഡ ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ഒരു വലിയ ഡിസ്ക് ഷേപ്പിൽ, സെന്ററിൽ ഒരു ബൾജ് ഉള്ളതും സ്പൈറൽ ആംസ് ചുറ്റിപ്പിണഞ്ഞതുമായ ഒരു സ്ട്രക്ചർ. ഈ ആംസിൽ നക്ഷത്രങ്ങൾ, ഗാസ്, ഡസ്റ്റ് എന്നിവ ഒരു ഗ്ലോവിംഗ് ഡാൻസിൽ നിറഞ്ഞിരിക്കുന്നു. ശാസ്ത്രജ്ഞർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇതിന്റെ മാസ് 1.5 ട്രില്യൺ സോളാർ മാസസ് ആണ്, അതായത് 1.5 ട്രില്യൺ സൂര്യന്മാരുടെ ഭാരം. ഇതിന്റെ സെന്റർ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഹോസ്റ്റ് ചെയ്യുന്നു, ഏകദേശം 100 മില്യൺ സോളാർ മാസസ് ഉള്ള ഒരു കോസ്മിക് മോൺസ്റ്റർ. ആൻഡ്രോമിഡയുടെ ഈ ഗ്രാൻഡ് സ്കെയിൽ മനസ്സിനെ ഞെട്ടിക്കുന്നതല്ലേ? ഇത് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. മിൽക്കി വേ, ആൻഡ്രോമിഡ, ട്രയാങ്കുലം ഗാലക്സി എന്നിവ ഉൾപ്പെടുന്ന ഒരു ഗാലക്സി ഫാമിലി. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ആൻഡ്രോമിഡ നമ്മുടെ മിൽക്കി വേയിലേക്ക് 110 km/s സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിനെ മറികടന്ന് അടുക്കുകയാണ്. 4.5 ബില്യൺ ഇയേഴ്സിൽ ഈ രണ്ട് ഗാലക്സീസ് ഒരു ഗിഗാന്റിക് കോളിഷനിൽ മീറ്റ് ചെയ്യും, ഒരു കോസ്മിക് ഡാൻസ് ഓഫ് ഡെസ്റ്റിനി. ഈ ഫ്യൂച്ചർ ഇവന്റ് ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ത്രിൽ ഫീൽ ചെയ്യുന്നില്ലേ? ആൻഡ്രോമിഡ ഗാലക്സിയെ ആര് കണ്ടെത്തി? ഈ കഥ നമ്മെ ഒരു പുരാതന ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. 964-ൽ പേർഷ്യൻ ആസ്ട്രോണമർ അബ്ദ് അൽ റഹ്മാൻ അൽ സൂഫി ആൻഡ്രോമിഡയെ ആദ്യമായി റെക്കോർഡ് ചെയ്തു. അവരുടെ ബുക്ക് ഓഫ് ഫിക്സഡ് സ്റ്റാർസ് എന്നതിൽ ഇതിനെ ലിറ്റിൽ ക്ലൗഡ് എന്ന് വിവരിച്ചു. ഒരു ഫെയിൻഡ്, നെബുലസ് ഒബ്ജക്ട് ആൻഡ്രോമിഡ കോൺസ്റ്റലേഷനിൽ. ഒരു ടെലിസ്കോപ്പ് ഇല്ലാതെ അൽ സൂഫി നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ഗാലക്സിയെ സ്പോട്ട് ചെയ്തു. ഒരു റിയൽ ആസ്ട്രോണമിക്കൽ മാസ്റ്റർ. ഈ ഡിസ്കവറി ആസ്ട്രോണമിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയി. ആൻഡ്രോമിഡ ഒരു ഡിസ്റ്റന്റ് ഗാലക്സി ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നെങ്കിലും ആദ്യ ചുവടുവെപ്പ് നടന്നു. പിന്നീട് 1612-ൽ ജർമ്മൻ ആസ്ട്രോണമർ സൈമൺ മേറിയസ് ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആൻഡ്രോമിഡയെ ഒബ്സർവ് ചെയ്തു. അവർ ഇതിനെ ഒരു ക്യാൻഡിൽ ഫ്ലെയിമിന്റെ ലൈറ്റ് പോലെ എന്ന് വിവരിച്ചു, ഒരു നെബുലസ് ഗ്ലോ. പക്ഷേ അപ്പോഴും ഇത് ഒരു ഗാലക്സിയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ആസ്ട്രോണമർ ചാൾസ് മെസ്സിയർ ഇതിനെ തന്റെ മെസ്സിയർ കാറ്റലോഗിൽ M31 എന്ന് ലിസ്റ്റ് ചെയ്തു, ഒരു ഫെയിൻഡ് നെബുല എന്ന നിലയിൽ. ഈ എർലി ഒബ്സർവേഷൻസ് ഒരു മിസ്റ്ററി സെറ്റ് ചെയ്തു. ആൻഡ്രോമിഡ എന്താണ്? ഒരു ക്ലൗഡ്, ഒരു സ്റ്റാർ? ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിന്റെ ഒരു ഗ്രാൻഡ് അഡ്വഞ്ചർ തുടങ്ങിവെച്ചു. ആൻഡ്രോമിഡ ഒരു ഗാലക്സിയാണെന്ന് ഫൈനലി കൺഫേം ചെയ്തത് 20-ാം നൂറ്റാണ്ടിലാണ്. 1920-കളിൽ അമേരിക്കൻ ആസ്ട്രോണമർ എഡ്വിൻ ഹബിൾ ഒരു ഗെയിം ചേഞ്ചിങ് ഡിസ്കവറി നടത്തി. മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയിലെ 100-ഇഞ്ച് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഹബിൾ ആൻഡ്രോമിഡയിലെ ഇൻഡിവിജ്വൽ സ്റ്റാർസ് ഐഡന്റിഫൈ ചെയ്തു, പ്രത്യേകിച്ച് സിഫീഡ് വേരിയബിൾ സ്റ്റാർസ്. ഈ സ്റ്റാർസിന്റെ ബ്രൈറ്റ്നസ് മെഷർ ചെയ്ത് അവർ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ്രോമിഡ 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. ഇത് നമ്മുടെ മിൽക്കി വേക്ക് പുറത്തുള്ള ഒരു സെപ്പറേറ്റ് ഗാലക്സി ആണെന്ന് തെളിഞ്ഞു. ഒരു ഷോക്കിംഗ് റിവലേഷൻ. ഹബിളിന്റെ ഈ ഡിസ്കവറി യൂണിവേഴ്സിന്റെ സൈസിനെ റീഡിഫൈൻ ചെയ്തു. ആൻഡ്രോമിഡ ഒരു നെബുല അല്ല, ഒരു ഗാലക്സി ജയന്റ് ആണ്. ആൻഡ്രോമിഡ ഗാലക്സി ഒരു കോസ്മിക് വണ്ടർ ആണ്. അതിന്റെ ബേസിക് ഫാക്ട്സും ഡിസ്കവറി സ്റ്റോറിയും ഒരു തുടക്കം മാത്രം. അൽ സൂഫിയുടെ ഫസ്റ്റ് ഗ്ലിംപ്സ് മുതൽ ഹബിളിന്റെ ഗ്രാൻഡ് റിവലേഷൻ വരെ ഈ ഗാലക്സി ശാസ്ത്രത്തിന്റെ ഒരു ഐക്കണായി മാറി. ഇനി എന്താണ് വരാൻ പോകുന്നത്? മിഷൻസ്, സയന്റിഫിക് ഫൈൻഡിങ്സ്, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ്രോമിഡയുടെ കൂടുതൽ കഥകൾക്കായി കാത്തിരിക്കൂ. നമ്മൾ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഒരു ഗ്ലിംപ്സ് കണ്ടു, അതിന്റെ ബേസിക്സും ആദ്യ ഡിസ്കവറിയും. ഇനി ഈ ഗാലക്സിയുടെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്യാം, അതിന്റെ സ്ട്രക്ചർ, സ്റ്റാർ ഫോർമേഷൻ, സാറ്റലൈറ്റ്സ്, ഒപ്പം നമ്മുടെ മിൽക്കി വേയുമായുള്ള ഒരു ഫ്യൂച്ചർ കോളിഷനും. ഈ വിശദാംശങ്ങൾ ഒരു കോസ്മിക് പസിൽ പോലെ തോന്നും, ഓരോ പീസും ഒരു റിവലേഷനാണ്. ആൻഡ്രോമിഡയുടെ ഈ ഗ്രാൻഡ് സ്റ്റോറിയിലേക്ക് ഒരുമിച്ച് തുടരാം. ആൻഡ്രോമിഡ ഗാലക്സി ഒരു സ്പൈറൽ ബ്യൂട്ടിയാണ്. ഒരു ഫ്ലാറ്റ് ഡിസ്ക് പോലെ 2,20,000 ലൈറ്റ് ഇയേഴ്സ് വീതിയിൽ,
ഇതിന്റെ സെന്ററിൽ ഒരു ബൾജ് ഉണ്ട്, ഒരു ബ്രൈറ്റ്, ഡെൻസ് കോർ. ഈ ബൾജിൽ നിന്ന് സ്പൈറൽ ആംസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഒരു ഗിഗാന്റിക് സ്വിറൽ പോലെ. നക്ഷത്രങ്ങൾ, ഗാസ്, ഡസ്റ്റ് എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ആംസ് ഒരു ഗ്ലോവിംഗ് ആർട്ട് വർക്ക് പോലെ കാണപ്പെടുന്നു, ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ മനസ്സിനെ ത്രിൽ ചെയ്യും. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ ആംസിൽ ഡസ്റ്റ് ലൈനുകളുണ്ട്, ഒരു സ്റ്റാർ മേക്കിംഗ് ഫാക്ടറിയുടെ റോ മെറ്റീരിയൽസ്. ഈ സ്ട്രക്ചർ ഒരു കോസ്മിക് ഡാൻസ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? സെന്ററിൽ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഹിഡൻ ആണ്, ഏകദേശം 100 മില്യൺ സോളാർ മാസസ്. ഈ ബ്ലാക്ക് ഹോൾ ഒരു ഗ്രാവിറ്റേഷണൽ പവർഹൌസ് ആണ്, നക്ഷത്രങ്ങളെ അതിന്റെ ഓർബിറ്റിൽ ലോക്ക് ചെയ്ത് ഗാലക്സിയെ ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നു. ഈ മോൺസ്റ്റർ ഒരു ഡാർക്ക് ഹാർട്ട് ആണ്, ഒരു മിസ്റ്റീരിയസ് ഫോഴ്സ് ആൻഡ്രോമിഡയെ ഡ്രൈവ് ചെയ്യുന്നു. ഈ സെന്റർ ഒരു സയൻസ് ഫിക്ഷൻ മൂവി സീനിനെ ഓർമ്മിപ്പിക്കുന്നില്ലേ? ആൻഡ്രോമിഡ ഒരു സ്റ്റാർ ഫാക്ടറിയാണ്. ഏകദേശം 1 ട്രില്യൺ നക്ഷത്രങ്ങൾ, ഓരോന്നും ഒരു യൂണിക് സ്റ്റോറി. ഈ ഗാലക്സി ഒരു നക്ഷത്ര നഴ്സറി പോലെ പ്രവർത്തിക്കുന്നു. ഗാസ് ആൻഡ് ഡസ്റ്റ് ക്ലൗഡ്സ് ഒരുമിച്ച് കൊളാപ്സ് ചെയ്ത് പുതിയ സ്റ്റാർസിനെ ബർത്ത് ചെയ്യുന്നു. ശാസ്ത്രജ്ഞർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആൻഡ്രോമിഡ ഒരു ഇർലി 1 മുതൽ 2 വരെ സോളാർ മാസസ് റേറ്റിൽ സ്റ്റാർസ് ഫോം ചെയ്യുന്നു, മിൽക്കി വേയേക്കാൾ സ്ലോ, പക്ഷേ ഇപ്പോഴും ഇംപ്രസീവ്. ഈ സ്റ്റാർ ഫോർമിംഗ് റീജിയൻസ് സ്പൈറൽ ആംസിൽ ഗ്ലോ ചെയ്യുന്നു, ഒരു ഫയർവർക്സ് ഷോ പോലെ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ആൻഡ്രോമിഡയിൽ ഒരു മിക്സ് ഓഫ് സ്റ്റാർ പോപ്പുലേഷൻസ് ഉണ്ട്. ഓൾഡ്, റെഡ് സ്റ്റാർസ് ബൾജിൽ ഡോമിനേറ്റ് ചെയ്യുന്നു, യങ്, ബ്ലൂ സ്റ്റാർസ് ആംസിൽ തിളങ്ങുന്നു. ഈ വൈവിധ്യം ഒരു ഗാലക്സി ലൈഫ് സ്റ്റോറി പറയുന്നു, ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് തുടങ്ങിയ ഒരു ജേർണി. ചില ഏരിയാസിൽ സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ഒരു ഡൈയിങ് സ്റ്റാറിന്റെ ഫൈനൽ ബ്ലാസ്റ്റ്. ഈ എക്സ്പ്ലോഷൻസ് നമ്മെ ആൻഡ്രോമിഡയുടെ ഡൈനാമിക്സിനെക്കുറിച്ച് ത്രിൽ ചെയ്യുന്നില്ലേ? ആൻഡ്രോമിഡയുടെ കോമ്പാനിയൻസ്. ആൻഡ്രോമിഡ ഒറ്റക്കല്ല, ഇതിന് സാറ്റലൈറ്റ് ഗാലക്സീസ് ഉണ്ട്. ഏറ്റവും പ്രശസ്തമായത് M32 M110. M32 ഒരു കോമ്പാക്ട് എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്, ചെറുത് പക്ഷേ ഡെൻസ്. ശാസ്ത്രജ്ഞർ സജസ്റ്റ് ചെയ്യുന്നത് ഇത് ആൻഡ്രോമിഡയുമായി ഒരു പാസ്റ്റ് ഇന്ററാക്ഷന്റെ റിസൾട്ട് ആകാം, ഒരു കോളിഷന്റെ റെന്നന്റ്. M110 ഒരു ഡ്വാർഫ് എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്, ഒരു ഡസ്റ്റി, സ്റ്റാർ റിച്ച് ലിറ്റിൽ നിബർ. ഈ സാറ്റലൈറ്റ്സ് ആൻഡ്രോമിഡയുടെ ഗ്രാവിറ്റേഷണൽ പുളിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നു, ഒരു കോസ്മിക് ഫാമിലി പോലെ. ഒരു ഫാസിനേറ്റിംഗ് ഡീറ്റെയിൽ, M32 സെന്ററിൽ ഒരു സ്മോൾ ബ്ലാക്ക് ഹോൾ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ തിയറൈസ് ചെയ്യുന്നു. ഈ ലിറ്റിൽ കോമ്പാനിയൻസ് ആൻഡ്രോമിഡയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു ഡീപ്പർ സ്റ്റോറി പറയുന്നു, ഒരു പാസ്റ്റ് ഓഫ് ഗാലക്സി മർജേഴ്സ്. ഈ ഇന്ററാക്ഷൻസ് ഒരു സയൻസ് ഫിക്ഷൻ പ്ലോട്ട് പോലെ തോന്നുന്നില്ലേ? ആൻഡ്രോമിഡയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ട്, ഇത് നമ്മുടെ മിൽക്കി വേയിലേക്ക് ഒരു കോളിഷൻ കോഴ്സിലാണ്. 110 km/s സ്പീഡിൽ ആൻഡ്രോമിഡ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനെ ഓവർകം ചെയ്ത് നമ്മളിലേക്ക് അടുക്കുന്നു. 4.5 ബില്യൺ ഇയേഴ്സിൽ ഈ 2 ഗാലക്സീസ് ഒരു ഗിഗാന്റിക് മീറ്റിംഗ് നടത്തും, ഒരു ഗാലക്സി ഡാൻസ് ഓഫ് ഫ്യൂഷൻ. ശാസ്ത്രജ്ഞർ പറയുന്നു ഈ കോളിഷൻ ഒരു ന്യൂ എലിപ്റ്റിക്കൽ ഗാലക്സി ഫോം ചെയ്യും, മിൽക്കോമിഡ എന്ന് ചിലർ വിളിക്കുന്നു. ഇത് ഇമാജിൻ ചെയ്യൂ, നക്ഷത്രങ്ങൾ ഒരു കോസ്മിക് ബാലെ നൃത്തം ചെയ്യും, ഗാസ് ക്ലൗഡ്സ് പുതിയ സ്റ്റാർ ഫോർമേഷൻ ട്രിഗർ ചെയ്യും. എന്നാൽ വറി ചെയ്യേണ്ട, നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ വലുതാണ്, അതിനാൽ ഡയറക്റ്റ് കോളിഷൻസ് റെയർ ആയിരിക്കും. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഈ ഗാലക്സി മീറ്റിംഗ് ഒരു സ്പെക്ടാക്യുലർ സ്കൈ ഷോ ആയിരിക്കും, ഒരു ബ്രൈറ്റ്, സ്വിർലിംഗ് ഡിസ്പ്ലേ. ഈ ഫ്യൂച്ചർ ഇവന്റ് ഒരു ത്രിൽ ഫീൽ ചെയ്യിപ്പിക്കുന്നില്ലേ? നമ്മൾ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ബേസിക്സും അതിന്റെ ഡീറ്റെയിൽഡ് ഫാക്ട്സും എക്സ്പ്ലോർ ചെയ്തു. ഇനി ഒരു ടൈം മഷീനിൽ കയറി അതിന്റെ ഡിസ്കവറി ഹിസ്റ്ററിയിലേക്ക് പോകാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി, ഒരു പുരാതന ആസ്ട്രോണമർ മുതൽ 20ാം നൂറ്റാണ്ടിന്റെ ഗ്രാൻഡ് റിവലേഷൻ വരെയുള്ള ഒരു ത്രില്ലിംഗ് ജേർണി. ആൻഡ്രോമിഡ ആര് കണ്ടെത്തി? എപ്പോഴാണ് ഇത് ഒരു ഗാലക്സിയായി തിരിച്ചറിഞ്ഞത്? ഈ കോസ്മിക് ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലേക്ക് ഒരുമിച്ച് ഇറങ്ങാം. ആൻഡ്രോമിഡയുടെ കഥ 964-ൽ തുടങ്ങുന്നു. പേർഷ്യൻ ആസ്ട്രോണമർ അബ്ദ് അൽ റഹ്മാൻ അൽ സൂഫിയാണ് ഈ ഗാലക്സിയെ ആദ്യമായി റെക്കോർഡ് ചെയ്തത്. അവരുടെ ബുക്ക് ഓഫ് ഫിക്സഡ് സ്റ്റാർസ് ഒരു ഗോൾഡൻ ട്രഷർ ആണ്. ആൻഡ്രോമിഡയെ ലിറ്റിൽ ക്ലൗഡ് എന്ന് വിവരിച്ച് ആൻഡ്രോമിഡ കോൺസ്റ്റലേഷനിൽ ഒരു ഫെയിൻഡ്, നെബുലസ് ഒബ്ജക്റ്റ് എന്ന് നോട്ട് ചെയ്തു. ഒരു ടെലിസ്കോപ്പ് ഇല്ലാതെ നഗ്നനേത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് അൽ സൂഫി ഈ ഗാലക്സിയെ സ്പോട്ട് ചെയ്തു, ഒരു റിയൽ വിഷണറി. 10ാം നൂറ്റാണ്ടിൽ ഇത് ഒരു ഗാലക്സി ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നെങ്കിലും ആദ്യത്തെ ഒബ്സർവേഷൻ ഒരു മൈൽസ്റ്റോൺ ആയി. ഈ ലിറ്റിൽ ക്ലൗഡ് ഒരു കോസ്മിക് ജയന്റ് ആയിരുന്നു എന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ത്രിൽ ഫീൽ ചെയ്യുന്നില്ലേ? ടെലിസ്കോപ്പിന്റെ ആദ്യ നോട്ടം. നൂറ്റാണ്ടുകൾ കടന്ന് 1612-ൽ ജർമ്മൻ ആസ്ട്രോണമർ സൈമൺ മേറിയസ് ആൻഡ്രോമിഡയെ ഒരു ടെലിസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തു. അവർ ഇതിനെ ഒരു ക്യാൻഡിൽ ഫ്ലെയിമിന്റെ ലൈറ്റ് പോലെ എന്ന് വിവരിച്ചു, ഒരു ഫെയിൻഡ്, ഓവൽ ഗ്ലോ. ഗലീലിയോയുടെ ടെലിസ്കോപ്പ് ടെക്നോളജി പുതിയ ഒബ്സർവേഷൻസിന് വഴിതുറന്നപ്പോൾ മേറിയസിന്റെ ഈ നോട്ടം ഒരു സ്റ്റെപ്പ് ഫോർവേഡായി. പക്ഷേ അവർക്ക് ഇപ്പോഴും ഇത് ഒരു നെബുല എന്നാണ് തോന്നിയത്, ഒരു ഗാലക്സി എന്ന ഐഡിയ അവിടെ എത്തിയിരുന്നില്ല.
ഈ എർലി ലുക്ക് ഒരു മിസ്റ്ററി സെറ്റ് ചെയ്തു. ആൻഡ്രോമിഡ എന്താണ്? ഒരു ഗാസ് ക്ലൗഡോ? ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിന്റെ ഒരു ന്യൂ ചാപ്റ്റർ ഓപ്പൺ ചെയ്തു. 18-ാം നൂറ്റാണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രഞ്ച് ആസ്ട്രോണമർ ചാൾസ് മെസ്സിയർ ആൻഡ്രോമിഡയെ തന്റെ ഫേമസ് മെസ്സിയർ കാറ്റലോഗിൽ M31 എന്ന് ലിസ്റ്റ് ചെയ്തു. 1764-ൽ മെസ്സിയർ ഈ ഒബ്ജക്റ്റിനെ ഒരു നെബുല എന്ന് ക്ലാസിഫൈ ചെയ്തു, ഒരു ഫെയിൻഡ്, ഡിഫ്യൂസ് ഗ്ലോ. അവരുടെ ഗോൾ സ്റ്റാർസിനെ മാത്രം ഫോക്കസ് ചെയ്യുകയല്ലായിരുന്നു, കോമറ്റ് ഹണ്ടിംഗ് ആയിരുന്നു മെയിൻ ടാർഗറ്റ്. M31 ഒരു കോമറ്റ് അല്ലെന്ന് ഉറപ്പാക്കാൻ അവർ ഇതിനെ കാറ്റലോഗ് ചെയ്തു, ഒരു ഫിക്സഡ്, നോൺ മൂവിംഗ് ഒബ്ജക്റ്റ്. മെസ്സിയറിന്റെ ഈ വർക്ക് ഒരു ബേസ് ലൈൻ ആയി, പക്ഷേ ഇത് ഒരു ഗാലക്സി ആണെന്ന് അവർക്ക് ഒരു ക്ലൂ പോലും ഇല്ലായിരുന്നു. ഈ നെബുല ഒരു ഗാലക്സി ജയന്റ് ആയിരുന്നു എന്ന് തിങ്ക് ചെയ്യുമ്പോൾ ഒരു ഷോക്ക് തോന്നുന്നില്ലേ? 1785-ൽ ബ്രിട്ടീഷ് ആസ്ട്രോണമർ വില്യം ഹെർഷൽ ആൻഡ്രോമിഡയെ ഒരു ലാർജർ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്തു. അവരുടെ 40 ഫൂട്ട് ടെലിസ്കോപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആൻഡ്രോമിഡയെ ഒരു നെബുലസ് ഒബ്ജക്റ്റ് ആയി വിവരിച്ച് അവർ സജസ്റ്റ് ചെയ്തു, ഇത് ഒരു സ്റ്റാർ ക്ലസ്റ്റർ ആകാമോ? ഹെർഷൽ ഒരു സ്റ്റെപ്പ് അടുത്തെത്തി. ഇതിന്റെ ഷേപ്പ് ഒരു ഡിസ്ക് പോലെ തോന്നി, പക്ഷേ ഒരു ഗാലക്സി എന്ന ഐഡിയ അവിടെ എത്തിയില്ല. ഈ ഒബ്സർവേഷൻ ഒരു പ്രോഗ്രസ് ആയിരുന്നു. ആൻഡ്രോമിഡയുടെ ട്രൂ നേച്ചർ ഒരു മിസ്റ്ററി ആയി തുടർന്നു. ഈ എർലി പയനിയേഴ്സ് ഒരു കോസ്മിക് പസിൽ സോൾവ് ചെയ്യാൻ തുടങ്ങിയതല്ലേ? 1920-ൽ ആൻഡ്രോമിഡയുടെ ഐഡന്റിറ്റി ഒരു ഹോട്ട് ഡിബേറ്റ് ആയി. ദി ഗ്രേറ്റ് ഡിബേറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ഷോഡൌൺ ഹാർലോ ഷാപ്ലിയും ഹെബർ കർട്ടിസും തമ്മിൽ. ഷാപ്ലി പറഞ്ഞു, ആൻഡ്രോമിഡ ഒരു നെബുല ആണ്, മിൽക്കി വേയുടെ ഭാഗം. കർട്ടിസ് കൗണ്ടർ ചെയ്തു, ഇത് ഒരു സെപ്പറേറ്റ് ഗാലക്സിയാണ്, ഒരു ഡിസ്റ്റന്റ് ഐലൻഡ് യൂണിവേഴ്സ്. ഈ ഡിബേറ്റ് ഒരു ശാസ്ത്രീയ ബാറ്റിൽ ആയിരുന്നു. യൂണിവേഴ്സിന്റെ സൈസ് എന്താണ്? ആൻഡ്രോമിഡ ഒരു ലോക്കൽ ഒബ്ജക്റ്റ് ആണോ അതോ ഒരു ഡിസ്റ്റന്റ് ഗാലക്സിയാണോ? ഈ ചോദ്യങ്ങൾ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിന് വേയി പാവ് ചെയ്തു. 1920-കളിൽ എഡ്വിൻ ഹബിൾ ഈ ഡിബേറ്റിന് ഒരു എൻഡ് പോയിന്റ് നൽകി. മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയിലെ 100-ഇഞ്ച് ഹുക്ക് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഹബിൾ ആൻഡ്രോമിഡയിലേക്ക് ഒരു ഡീപ്പ് ലുക്ക് എടുത്തു. അവിടെ ആൻഡ്രോമിഡയിൽ ഇൻഡിവിജ്വൽ സ്റ്റാർസ്, സിഫീഡ് വേരിയബിൾസ് അവർ കണ്ടെത്തി. ഈ സ്റ്റാർസിന്റെ ബ്രൈറ്റ്നസ് മെഷർ ചെയ്ത് ഹബിൾ ഒരു ഷോക്കിംഗ് കാൽക്കുലേഷൻ നടത്തി. ആൻഡ്രോമിഡ 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. ഇത് മിൽക്കി വേക്ക് പുറത്തുള്ള ഒരു സെപ്പറേറ്റ് ഗാലക്സി ആണെന്ന് തെളിഞ്ഞു, ഒരു ഗാലക്സി ജയന്റ്. 1924-ൽ ഹബിൾ ഈ ഫൈൻഡിങ്സ് റിവീൽ ചെയ്തു. യൂണിവേഴ്സ് ഒരു സിംഗിൾ ഗാലക്സി അല്ല, മറിച്ച് ഒരുപാട് ഗാലക്സീസിന്റെ ഒരു വാസ്റ്റ് ഫാബ്രിക് ആണെന്ന് റീഡിഫൈൻ ചെയ്ത ഒരു മൊമെന്റ്. ഈ ഡിസ്കവറി ഒരു ശാസ്ത്രീയ ഷോക്ക് വേവ് ആയിരുന്നില്ലേ? നമ്മൾ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ബേസിക്സ്, ഡീറ്റെയിൽഡ് ഫാക്ട്സ്, ഒപ്പം അതിന്റെ ഡിസ്കവറി ഹിസ്റ്ററിയും എക്സ്പ്ലോർ ചെയ്തു. ഇനി ഒരു ടെലിസ്കോപ്പിന്റെ ലെൻസിലൂടെ ആൻഡ്രോമിഡയിലേക്ക് നോക്കാം. ഈ ഗാലക്സിയെ അൺലോക്ക് ചെയ്ത മിഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. ഹബിൾ മുതൽ ഗയ വരെ ഈ സ്പേസ് മിഷൻസ് ഒരു കോസ്മിക് ഡോർ ഓപ്പൺ ചെയ്തു. ആൻഡ്രോമിഡയുടെ സ്റ്റാർസ്, ഗാസ്, ഒപ്പം ഡീപ്പ് സീക്രട്സ് റിവീൽ ചെയ്തു. ഈ ത്രില്ലിംഗ് ജേണിയിലേക്ക് ഒരുമിച്ച് തുടരാം. 1990-ൽ ലോഞ്ച് ചെയ്ത ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആൻഡ്രോമിഡയെ ഒരു ന്യൂ ലെവലിൽ എക്സ്പ്ലോർ ചെയ്തു. ഈ ഐക്കോണിക് ടെലിസ്കോപ്പ് ഒരു ഗാലക്സി ഫോട്ടോഗ്രാഫർ പോലെ പ്രവർത്തിച്ചു. ആൻഡ്രോമിഡയുടെ ഷാർപ്പ്, ഡീറ്റെയിൽഡ് ഇമേജസ് ക്യാപ്ചർ ചെയ്തു. ഹബിൾ ആൻഡ്രോമിഡയിലെ ഇൻഡിവിജ്വൽ സ്റ്റാർസ്, സിഫീഡ് വേരിയബിൾസ് സ്റ്റഡി ചെയ്ത് അതിന്റെ ഡിസ്റ്റൻസ് 2.54 മില്യൺ ലൈറ്റ് ഇയേഴ്സ് എന്ന് കൺഫേം ചെയ്തു. ഈ ഒബ്സർവേഷൻസ് ഒരു പ്രസിഷൻ ടച്ച് ആഡ് ചെയ്തു. ആൻഡ്രോമിഡ ഒരു ഡിസ്റ്റന്റ് നെയ്ബർ ആണെന്ന് റീഫൈൻ ചെയ്തു. ഹബിളിന്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആൻഡ്രോമിഡയുടെ സ്പൈറൽ ആംസിനെ ഒരു ഗ്ലോവിംഗ് ഡിസ്പ്ലേ ആയി ഷോ ചെയ്തു. നക്ഷത്രങ്ങൾ, ഡസ്റ്റ് ലൈനുകൾ, ഒപ്പം സ്റ്റാർ ഫോർമിംഗ് റീജിയൻസ്. 2006-ൽ ഹബിൾ ആൻഡ്രോമിഡയുടെ ലാർജസ്റ്റ് എവർ പനോരമ ക്യാപ്ചർ ചെയ്തു. 1.5 ബില്യൺ പിക്സൽസ് ഉള്ള ഒരു ഇമേജ് 100 മില്യൺ സ്റ്റാർസ് ഷോ ചെയ്യുന്നു. ഈ ഫോട്ടോ ഒരു കോസ്മിക് മാസ്റ്റർ പീസ് ആയിരുന്നു, ഒരു ഗാലക്സി ലൈഫ് ഒരു സിംഗിൾ ഫ്രെയിമിൽ. ഈ വിഷ്വൽ ഫീസ്റ്റ് മനസ്സിനെ ത്രിൽ ചെയ്യുന്നില്ലേ? ഇൻഫ്രാറെഡ് ഇൻസൈറ്റ്സ്. 2003-ൽ ലോഞ്ച് ചെയ്ത സ്പിറ്റ്സർ സ്പേസ് ടെലിസ്കോപ്പ് ആൻഡ്രോമിഡയെ ഒരു ഇൻഫ്രാറെഡ് ലെൻസിലൂടെ നോക്കി. ഈ ടെലിസ്കോപ്പ് ഒരു ഹിഡൻ വേൾഡ് റിവീൽ ചെയ്തു. ഡസ്റ്റ് ക്ലൗഡ്സ്, സ്റ്റാർ ഫോർമിംഗ് റീജിയൻസ്, ഒപ്പം ഗാസ് ഡിസ്ട്രിബ്യൂഷൻസ്. ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ച് സ്പിറ്റ്സർ ആൻഡ്രോമിഡയുടെ കോൾഡ് ഡസ്റ്റ് മാപ്പ് ചെയ്തു, ഒരു ഗാലക്സി നഴ്സറിയുടെ റോ മെറ്റീരിയൽസ്. ഈ ഒബ്സർവേഷൻസ് ഷോ ചെയ്തു ആൻഡ്രോമിഡയുടെ സ്റ്റാർ ഫോർമേഷൻ റേറ്റ് ഒരു 1 സോളാർ മാസ് ആണ്, ഒരു സ്റ്റഡി, സ്ലോ ബേൺ. സ്പിറ്റ്സറിന്റെ ഇമേജസ് ആൻഡ്രോമിഡയുടെ സ്പൈറൽ ആംസിനെ ഒരു ഇൻഫ്രാറെഡ് ഗ്ലോ ആയി ഹൈലൈറ്റ് ചെയ്തു. ഡസ്റ്റ് ലൈനുകൾ ഒരു റിംഗ് പോലെ തിളങ്ങി. 2004-ൽ സ്പിറ്റ്സർ ഒരു ഡീറ്റെയിൽഡ് മാപ്പ് ക്യാപ്ചർ ചെയ്തു. ആൻഡ്രോമിഡയുടെ ഡസ്റ്റ് റിംഗ് 75,000 ലൈറ്റ് ഇയേഴ്സ് വൈഡ്. ഈ റിംഗ് ഒരു പാസ്റ്റ് കോളിഷന്റെ റെനന്റ് ആകാമെന്ന് ശാസ്ത്രജ്ഞർ സജസ്റ്റ് ചെയ്തു, ഒരു ഗാലക്സി ഡാൻസിന്റെ ഫോസിൽ. ഈ ഇൻഫ്രാറെഡ് വ്യൂ ഒരു കോസ്മിക് ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ തോന്നുന്നില്ലേ?
2013 ലോഞ്ച് ചെയ്ത യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ മിഷൻ ആൻഡ്രോമിഡയെ ഒരു 3D പെർസ്പെക്ടീവിൽ എക്സ്പ്ലോർ ചെയ്തു. ഗയ ഒരു ബില്യൺ സ്റ്റാർസിന്റെ പൊസിഷൻസ്, ഡിസ്റ്റൻസസ്, മോഷൻസ് മാപ്പ് ചെയ്തു, ആൻഡ്രോമിഡയുടെ നെയ്ബർഹുഡ് ഉൾപ്പെടെ. ഈ മിഷൻ ആൻഡ്രോമിഡയുടെ വെലോസിറ്റി കൺഫേം ചെയ്തു, 110 km/s മിൽക്കി വേയിലേക്ക് അടുക്കുന്നു. ഗയന്റെ ഡാറ്റ ഒരു ഗാലക്ടിക് ഡാൻസ് ഷോ ചെയ്തു, 4.5 ബില്യൺ ഇയേഴ്സിൽ ഒരു കോളിഷന്റെ ടൈംലൈൻ. ഗയന്റെ പ്രസിഷൻ മോഷൻ ഡാറ്റ ആൻഡ്രോമിഡയുടെ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റ് ട്രാക്ക് ചെയ്തു, M32, M110 ഇന്റെ ഡൈനാമിക്സ് ഒരു 3D മോഡലിൽ റൺ ചെയ്തു. ഈ മാപ്പിംഗ് ഒരു കോസ്മിക് ജിഗ്സോ പോലെ തോന്നി, ഓരോ പീസും ആൻഡ്രോമിഡയുടെ ഫ്യൂച്ചർ ഡെസ്റ്റിനി റിവീൽ ചെയ്യുന്നു. ഈ ടെക്നോളജി ഒരു ശാസ്ത്രീയ മാജിക അല്ലേ? 1999 ലോഞ്ച് ചെയ്ത ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററി ആൻഡ്രോമിഡയെ എക്സ് റേ ലൈറ്റിൽ എക്സാമിൻ ചെയ്തു. ഈ ഒബ്സർവേഷൻസ് ഒരു ഹോട്ട്, ഡൈനാമിക് വേൾഡ് ഷോ ചെയ്തു, എക്സ് റേ എമിറ്റിംഗ് ഒബ്ജക്ട്സ്, ലൈക്ക് എക്സ് റേ ബൈനറീസ്. ആൻഡ്രോമിഡയുടെ സെന്ററിലെ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഒരു എക്സ് റേ സോഴ്സ് ആയി ഗ്ലോ ചെയ്തു, ഒരു ഡാർക്ക് ഹാർട്ടിന്റെ ഹോട്ട് സിഗ്നൽ. ചന്ദ്ര 100-ലധികം എക്സ് റേ സോഴ്സസ് ഐഡന്റിഫൈ ചെയ്തു, സ്റ്റാർ റെനൻസ്, ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ്. ഈ ഒബ്സർവേഷൻസ് ആൻഡ്രോമിഡയുടെ വയലന്റ് ഹിസ്റ്ററി റിവീൽ ചെയ്തു, ഒരു സ്റ്റാർ ക്രഷിംഗ് പാസ്റ്റ്. ഈ ഹോട്ട് ലുക്ക് ഒരു ത്രില്ലിംഗ് ട്വിസ്റ്റ് അല്ലേ? വെരി ലാർജ് അറേ VLA പോലുള്ള റേഡിയോ ടെലിസ്കോപ്സ് ആൻഡ്രോമിഡയെ റേഡിയോ വേവ്സിൽ ലിസൺ ചെയ്തു. ഈ ഒബ്സർവേഷൻസ് ആൻഡ്രോമിഡയുടെ ഗാസ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ചെയ്തു, ഹൈഡ്രജൻ ഗാസ്, ഒരു സ്റ്റാർ മേക്കിംഗ് ഫ്യൂവൽ. VLന്റെ ഡാറ്റ ഒരു റേഡിയോ സിഗ്നൽ പാറ്റേൺ ഷോ ചെയ്തു, ആൻഡ്രോമിഡയുടെ സ്പൈറൽ ആംസിൽ ഗാസ് ഡെൻസിറ്റി ഹൈലൈറ്റ് ചെയ്തു. ഒരു സൂപ്പർനോവ റെനന്റ് എസ് ആൻഡ്രോമിഡ 1885 ഒബ്സർവ് ചെയ്ത ഒരു എക്സ്പ്ലോഷൻ റേഡിയോ വേവ്സിൽ ഡിറ്റക്ട് ചെയ്തു. ഈ റേഡിയോ വ്യൂ ഒരു കോസ്മിക് സൗണ്ട് ട്രാക്ക് പോലെ തോന്നുന്നില്ലേ? നമ്മൾ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ബേസിക്സ്, ഡീറ്റെയിൽഡ് ഫാക്ട്സ്, ഡിസ്കവറി ഹിസ്റ്ററി, ഒപ്പം മിഷൻസും എക്സ്പ്ലോർ ചെയ്തു. ഇനി ഈ ഗാലക്സിയുടെ ഡീപ്പസ്റ്റ് സീക്രട്സിലേക്ക് പോകാം. സയന്റിഫിക് ഇൻസൈറ്റ്സ്, ഡാർക്ക് മാറ്റർ, സ്റ്റാർ പോപ്പുലേഷൻസ്, പോസിബിൾ എക്സോപ്ലാനറ്റ്സ്, ഒപ്പം ഫ്യൂച്ചർ മിഷൻസും. ഈ അന്തിമ ചാപ്റ്റർ ഒരു കോസ്മിക് റിവലേഷൻ പോലെ ആവും. ആൻഡ്രോമിഡയുടെ റോൾ ഇൻ ദി യൂണിവേഴ്സ് അവസാനമായി അനാവരണം ചെയ്യാം. ഈ ത്രില്ലിംഗ് ജേർണി ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ്രോമിഡ ഒരു വിഷ്വൽ ബ്യൂട്ടി മാത്രമല്ല, ഇതിന്റെ ഒരു ഡാർക്ക് സീക്രട്ട് ഉണ്ട്, ഡാർക്ക് മാറ്റർ. ശാസ്ത്രജ്ഞർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആൻഡ്രോമിഡയുടെ മാസിന്റെ 85% ഡാർക്ക് മാറ്റർ ആണ്, ഒരു ഇൻവിസിബിൾ, മിസ്റ്റീരിയസ് സബ്സ്റ്റൻസ്. ഈ ഡാർക്ക് മാറ്റർ ഒരു ഗ്രാവിറ്റേഷണൽ ഗ്ലൂ പോലെ പ്രവർത്തിക്കുന്നു, നക്ഷത്രങ്ങളെയും ഗാസിനെയും ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നു. ഹബിളിന്റെ ഒബ്സർവേഷൻസ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് സ്റ്റഡി ചെയ്തു, ഡാർക്ക് മാറ്റർ ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ. ഈ ലെൻസിംഗ് ആൻഡ്രോമിഡയുടെ മാസ് 1.5 ട്രില്യൺ സോളാർ മാസസ് ആണെന്ന് കൺഫേം ചെയ്തു. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ആൻഡ്രോമിഡയുടെ ഡാർക്ക് മാറ്റർ ഹാലോ 1 മില്യൺ ലൈറ്റ് ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഒരു ജയന്റ് ഇൻവിസിബിൾ ഷീൽഡ്. ഈ ഹാലോ മിൽക്കി വേയുടെ ഡാർക്ക് മാറ്ററുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാകാം, ഒരു ഫ്യൂച്ചർ കോളിഷന്റെ ഒരു ഹിന്റ്. ഈ ഡാർക്ക് ഫോഴ്സ് ഒരു കോസ്മിക് പസിൽ പോലെ തോന്നുന്നില്ലേ? ആൻഡ്രോമിഡ ഒരു സ്റ്റാർ പവർഹൌസ് ആണ്, 1 ട്രില്യൺ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ. ഹബിൾ ആൻഡ് സ്പിറ്റ്സർ ഒബ്സർവേഷൻസ് ഷോ ചെയ്തു, ആൻഡ്രോമിഡയിൽ ഓൾഡ്, റെഡ് സ്റ്റാർസ് ബൾജിൽ ഡോമിനേറ്റ് ചെയ്യുന്നു, ബില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ജനറേഷൻ. സ്പൈറൽ ആംസിൽ യങ്, ബ്ലൂ സ്റ്റാർസ് തിളങ്ങുന്നു, ഒരു ന്യൂ ജനറേഷൻ, ഗാസ് ക്ലൗഡ്സിൽ നിന്ന് ഫോം ചെയ്തത്. ഈ ഡൈവേഴ്സിറ്റി ഒരു ഗാലക്സി ലൈഫ് സ്റ്റോറി പറയുന്നു, ഒരു എവല്യൂഷണറി ടൈംലൈൻ. ഒരു ഫാസിനേറ്റിംഗ് ഡീറ്റെയിൽ, ആൻഡ്രോമിഡയുടെ മെറ്റലിസിറ്റി, ഹെവി എലിമെന്റ്സിന്റെ അമൗണ്ട് മിൽക്കി വേയേക്കാൾ ഹൈ ആണ്. ഈ റിച്ച് കെമിസ്ട്രി ഒരു സ്റ്റാർ ഫോർമിംഗ് പാസ്റ്റ് ഷോ ചെയ്തു, സൂപ്പർനോവ എക്സ്പ്ലോഷൻസ്, ഹെവി എലിമെന്റ്സ് സ്പ്രെഡ് ചെയ്ത ഒരു ഹിസ്റ്ററി. ഒരു സ്റ്റാർ ക്ലസ്റ്റർ NGC 206 ഒരു ബ്രൈറ്റ്, യങ് ഗ്രൂപ്പ് ആയി ഹബിൾ ഐഡന്റിഫൈ ചെയ്തു, ഒരു സ്റ്റാർ ബർത്ത് നഴ്സറി. ഈ മിക്സ് ഒരു കോസ്മിക് ഫാമിലി പോലെ തോന്നുന്നില്ലേ? ആൻഡ്രോമിഡയിൽ എക്സോപ്ലാനറ്റ്സ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഒരു ഷോക്കിംഗ് പോസിബിലിറ്റി ഓപ്പൺ ചെയ്യുന്നു. 1 ട്രില്യൺ സ്റ്റാർസ് ഉള്ള ഒരു ഗാലക്സിയിൽ ബില്യൺസ് ഓഫ് പ്ലാനറ്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലത് ലൈഫിന് ഹോസ്പിറ്റബിൾ ആയിരിക്കാം. ഹബിളിന്റെ ഡീപ്പ് ഫീൽഡ് ഒബ്സർവേഷൻസ് ആൻഡ്രോമിഡയിൽ പ്ലാനറ്ററി സിസ്റ്റംസിന്റെ ഹിന്റ്സ് ഷോ ചെയ്തു, ഒരു സ്റ്റാറിന്റെ ലൈറ്റ് ഡിമ്മിങ്, ഒരു പോസിബിൾ പ്ലാനറ്റ് ട്രാൻസിറ്റ്. 2010 ഒരു എക്സോപ്ലാനറ്റ് കാൻഡിഡേറ്റ് EE99N2 ഐഡന്റിഫൈ ചെയ്തു, ഒരു ഫസ്റ്റ് ഫോർ ആൻഡ്രോമിഡ. ഇത് ഇമാജിൻ ചെയ്യൂ, ഒരു ഡിസ്റ്റന്റ് വേൾഡ്, ഒരു ആൻഡ്രോമിഡൻ സ്റ്റാറിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നു, ലിക്വിഡ് വാട്ടർ ഉള്ള ഒരു പ്ലാനറ്റ്. ഈ പോസിബിലിറ്റി ഒരു സയൻസ് ഫിക്ഷൻ ഡ്രീം പോലെ തോന്നുന്നു, ഒരുപക്ഷെ ഒരു എലിയൻ സിവിലൈസേഷൻ അവിടെ ഉണ്ടാകാം. ഈ ക്വസ്റ്റ്യൻ ഒരു ഗാലക്ടിക് ത്രിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ആൻഡ്രോമിഡയുടെ ഫ്യൂച്ചർ എക്സ്പ്ലോറേഷൻ ഒരു എക്സൈറ്റിംഗ് പ്രോസ്പെക്ട് ആണ്.
ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് JWST 2021 ലോഞ്ച് ചെയ്തത് ആൻഡ്രോമിഡയെ ഒരു ഇൻഫ്രാറെഡ് ഡീപ്പ് ഡൈവ് ഓഫർ ചെയ്യുന്നു. JWSTയുടെ പവർഫുൾ ലെൻസസ് ഡസ്റ്റ് ക്ലൗഡ്സിനെ പിയേഴ്സ് ചെയ്ത് സ്റ്റാർ ഫോർമിംഗ് റീജിയൻസിന്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ക്യാപ്ചർ ചെയ്യും. ഒരു ഗാലക്സി നഴ്സറിയുടെ ലൈവ് ഷോ. ഈ മിഷൻ എക്സോപ്ലാനറ്റ് ഹണ്ടിങ്ങിന് ഒരു ബൂസ്റ്റ് നൽകാം. ആൻഡ്രോമിഡയിൽ ലൈഫിന്റെ ഒരു സിഗ്നൽ കണ്ടെത്താമോ? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ യൂക്ലിഡ് മിഷൻ 2023 ലോഞ്ച് ആൻഡ്രോമിഡയുടെ ഡാർക്ക് മാറ്റർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ചെയ്യും. ഈ ടെലിസ്കോപ്പ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് സ്റ്റഡി ചെയ്ത് ആൻഡ്രോമിഡയുടെ ഡാർക്ക് ഹാലോന്റെ 3D സ്ട്രക്ചർ റിവീൽ ചെയ്യാം, ഒരു ഡാർക്ക് മാറ്റർ ഡിറ്റക്റ്റീവ് പോലെ. ഈ ഫ്യൂച്ചർ മിഷൻസ് ഒരു ഗാലക്ടിക് റിവലേഷന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഒരു എക്സൈറ്റിംഗ് ഫ്യൂച്ചർ അല്ലേ? ആൻഡ്രോമിഡ ഒരു ഗാലക്സി മാത്രമല്ല, ഇത് ഒരു കോസ്മോളജിക്കൽ കീ ആണ്. ലോക്കൽ ഗ്രൂപ്പിന്റെ ലാർജസ്റ്റ് മെമ്പറായി ഇത് ഗാലക്സി എവല്യൂഷന്റെ ഒരു വിൻഡോ ഓഫർ ചെയ്യുന്നു. ഒരു പാസ്റ്റ് ഓഫ് മർജേഴ്സ്, ഒരു ഫ്യൂച്ചർ ഓഫ് ഫ്യൂഷൻ. ആൻഡ്രോമിഡയുടെ ഡാർക്ക് മാറ്റർ യൂണിവേഴ്സിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഡാർക്ക് എനർജി പസിൽ പീസ്. ഈ ഗാലക്സി മിൽക്കി വേയുമായുള്ള കോളിഷൻ ഒരു ഗാലക്ടിക് ഡൈനാമിക്സ് ലാബ് ആയി മാറും. ഒരു ലൈവ് എക്സ്പെരിമെന്റ്. ഇത് ഇമാജിൻ ചെയ്യൂ, ഒരു യൂണിവേഴ്സ് ഫിൽഡ് വിത്ത് ഗാലക്സീസ്. ആൻഡ്രോമിഡ ഒരു ഷൈനിങ് സ്റ്റാർ. ഇതിന്റെ ഹിസ്റ്ററി, സ്ട്രക്ചർ ഒപ്പം ഫ്യൂച്ചർ നമ്മുടെ കോസ്മിക് പ്ലേസിനെ റീഡിഫൈൻ ചെയ്യുന്നു. ഒരു ഗാലക്സി കോണക്ടിംഗ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ ഗ്രാൻഡ് റോൾ ഒരു ശാസ്ത്രീയ മാജിക് പോലെ തോന്നുന്നില്ലേ? ആൻഡ്രോമിഡ ഗാലക്സി ഒരു കോസ്മിക് ജേണിയാണ്. അൽ സൂഫിയുടെ ഫസ്റ്റ് ഗ്ലിംസ് മുതൽ ഫ്യൂച്ചർ മിഷൻസ് വരെ. ഒരു സ്പൈറൽ ബ്യൂട്ടി, 1 ട്രില്യൺ നക്ഷത്രങ്ങൾ, ഡാർക്ക് മാറ്ററിന്റെ ഒരു ഹാലോ, ഒരു ഫ്യൂച്ചർ കോളിഷൻ. ഈ ഗാലക്സി ഒരു യൂണിവേഴ്സൽ വണ്ടറാണ്. ശാസ്ത്രജ്ഞർ, ടെലിസ്കോപ്സ്, മിഷൻസ് ഓരോരുത്തരും ഒരു പീസ് ആഡ് ചെയ്ത് ആൻഡ്രോമിഡയെ ഒരു ത്രില്ലിംഗ് സ്റ്റോറിയാക്കി. ഈ 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള നെയ്ബർ നമ്മുടെ കോസ്മിക് ഹിസ്റ്ററിയുടെ ഒരു മിററാണ്, ഒരു റിഫ്ലക്ഷൻ ഓഫ് വണ്ടർ ആൻഡ് ഡിസ്കവറി. ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിൽ ചിന്തകൾ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കോസ്മിക് കഥകൾക്കായി കാത്തിരിക്കൂ.